നമ്മൾ എന്തുകൊണ്ട് റാഗി കഴിക്കണം എന്നുള്ളതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അതൊരു സൂപ്പർ ഗ്രെയിൻ ആണ് എന്ന് തന്നെയാണ്. ഫിംഗർ മില്ലറ്റ് കാറ്റഗറിയിൽ പെടുന്ന റാഗി കിങ് ഓഫ് കാൽഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 100 ഗ്രാം റാഗിയിൽ ഉള്ളത് 344 മില്ലിഗ്രാം കാൽഷ്യമാണ്. അത് വൈറ്റ് റൈസിലാണെങ്കിൽ വെറും 10 മില്ലിഗ്രാമേ ഉള്ളൂ. വളരുന്ന കുട്ടികളിലൊക്കെ ബോൺ സ്ട്രെങ്തൻ ചെയ്യുവാനും പ്രായമുള്ള ആൾക്കാരിൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ല് തേയ്മാനം ഒഴിവാക്കാനായിട്ടും റാഗി കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വീനിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് റാഗിയൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട്. പക്ഷേ അതിനുശേഷം റാഗി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഈ റാഗി തന്നെ നമ്മൾ മുളപ്പിച്ചാണ് ഉപയോഗിക്കണമെങ്കിലോ അതിലെ വിറ്റമിൻ സിയുടെ അളവ് കൂടുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്കുള്ള അയേണിൻ്റെ അബ്സോർപ്ഷൻ കൂടാനും കാരണമാകും. അനീമിയ ഉള്ളവരും പ്രഗ്നൻറ്റ് വുമൺസൊക്കെ അതുകൊണ്ട് തന്നെ റാഗി സ്ഥിരമായിട്ട് കഴിക്കണം. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഡയബറ്റിസ് പേഷ്യൻസിന് ധൈര്യമായിട്ട് റാഗി കഴിക്കാം. ട്രിപ്റ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡ് ഉള്ളതിനാൽ വളരെ പെട്ടെന്ന് വിശക്കുന്നതിൽ നിന്നും തടയുന്നു. അതുകൊണ്ട് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് റാഗി വിഭവങ്ങൾ വളരെ നല്ലതാണ്. മുഴുവൻ റാഗി ലഭ്യമല്ലെങ്കിൽ അരച്ചുവെച്ച മാവിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് നമുക്ക് ദോശയുണ്ടാക്കാം. ഇനി മാവ് പുളിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 3-4 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ കുറച്ച് നേരം മാവ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളിച്ച് കിട്ടും. ഇനി മറ്റൊന്ന് നമുക്ക് ആഡ് ചെയ്യാവുന്നത് കടലമാവാണ്. ഈ അരച്ചു വെച്ച മാവിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ മാവ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ദോശയോ നെയ് റോസ്റ്റോ മസാല ദോശയോ ഇഷ്ടമുള്ളതെന്തും വളരെ രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ റാഗിയുടെ വിഭവങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.